ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എക്സലിലെ കുറേ ബേസിക്കും സിമ്പിളുമായിട്ടുള്ള കുറേ ഫങ്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ കാണാൻ പോകുന്ന വളരെ ലഘുവായിട്ടുള്ളൊരു ഫങ്ഷനാണ് എക്സലിലെ. അത് ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ഫങ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ലോവർ കേസിൽ ഒരു വേർഡ് കിട്ടിയാൽ അതിനെ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ അപ്പർ കേസിലാക്കാമെന്നുള്ള ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലോവർ കേസ് വേർഡിനെ അപ്പർ കേസ് വേർഡ് ആക്കുന്ന ഒരു ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോവർ കേസിനെ അപ്പർ കേസ് ആക്കുന്ന എക്സലിലെ ആ ഫംഗ്ഷന്റെ പേരാണ് അപ്പർ ഫംഗ്ഷൻ. ഓക്കെ, UPPER. ലോവർ കേസ് എന്ന് വെച്ചാൽ എല്ലാം സ്മോൾ ലെറ്ററിലുള്ള, അപ്പർ കേസ് എന്ന് വെച്ചാൽ എല്ലാം ക്യാപിറ്റൽ ലെറ്ററുള്ള വേർഡ്. അതാണ് ലോവറും അപ്പറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് അധികം പാരാമീറ്റേഴ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ ഇല്ല, ബേസിക്കായിട്ട് പറയാമെങ്കിൽ. അപ്പം വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിവിടെ ഒരു 2 സെക്ഷൻ എടുക്കാം. ലോവർ കേസ്, ഇതിനകത്ത് ലോവർ കേസ്, ഇപ്പോഴത്തെ കോളത്തിൽ അപ്പർ കേസ്. ലോവർ കേസിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഹെലോ എന്നൊരു വാക്ക്. ഹെലോ ഇപ്പം കണ്ടേക്കുന്നത് ഇപ്പം സ്മോൾ ലെറ്റർ ആണ്, ലോവർ കേസിലാണ് തന്നേക്കുന്നത്. ഇതിനെ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ അപ്പർ കേസിലോട്ട് ആക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പർ കേസിന്റെ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. ആദ്യം ഈക്വൽ സൈൻ, പിന്നെ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, പിന്നെ ഏത് വേർഡിനെയാണ് നിങ്ങൾക്ക് അപ്പർ കേസ് ആക്കേണ്ടത് അതിൻ്റെ ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ആ സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ എന്നുള്ളത് ഞാൻ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്പർ ബ്രാക്കറ്റ് D7 വരും. ഓക്കെ, പിന്നെ ഞാൻ ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എൻ്റെ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ട, ഹെലോ എന്നുള്ള ലോവർ കേസിലുള്ള വേർഡ് അപ്പർ കേസിലോട്ട് മാറി. നമുക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാം. ഈ ഓസം എന്നുള്ള വാക്കിനെ നമുക്ക് അപ്പർ കേസിലോട്ടാക്കാം. ഈക്വൽ സൈൻ അപ്പർ ബ്രാക്കറ്റ് സെൽ റെഫറൻസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻ്റർ കീ. ഓസം അല്ലേ? ഇപ്പോൾ 2 വേർഡും അപ്പർ കേസിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന രീതി. വളരെ സിമ്പിൾ അല്ലേ? ഇതുവരെ കണ്ട ഫംഗ്ഷൻ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കൺഫ്യൂഷൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യാം. കാരണം ഞാൻ പുതിയ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ വരും. അതുകൊണ്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതിന് വരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.